മന്ത്രി ഇ.പി. ജയരാജനെതിരെ കേസെടുക്കണമെന്ന ഹർജിയിൽ വിജിലൻസ് ഇന്ന് നിലപാട് അറിയിക്കും. ജയരാജനെതിരായ അന്വേഷണ സംഘത്തിന് ഇന്ന് രൂപം നൽകും. ഇത് സംബന്ധിച്ച ഉത്തരവ് വിജിലൻസ് ഡയറക്ടർ ഇന്ന് പുറത്തിറക്കും. വിജിലൻസിന്റെ ഉന്നതതല യോഗം ഇന്ന് തലസ്ഥാനത്ത് ചേരും. ഇ.പി. ജയരാജനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ വിജിലൻസ് ഡയറക്ടർ ഇന്ന് നിലപാടറിയിക്കും. പരാതിയിന്മേൽ പ്രാഥമിക അന്വേഷണത്തിന് തീരുമാനിച്ച കാര്യം വിജിലൻസ് അഭിഭാഷകൻ തന്നെ കോടതിയെ അറിയിക്കുന്നതോടെ ഹർജിയിൽ തീർപ്പുണ്ടാവും. വിവാദ നിയമനങ്ങളെ ചൊല്ലിയുള്ള അന്വേഷണത്തിന്റെ ഘടന തീരുമാനിക്കുന്നതിന് അഭിഭാഷകരും വിജിലൻസ് ഉദ്യോഗസ്ഥരുമായുള്ള ജേക്കബ് തോമസിന്റെ യോഗവും ഇന്ന് ചേരുന്നുണ്ട്. നിലവിൽ വിജിലൻസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 2-നാണ് അന്വേഷണ ചുമതല കൈമാറാൻ വിജിലൻസ് ഡയറക്ടർ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ യൂണിറ്റ് മാറ്റവും ഡയറക്ടറുടെ പരിഗണനയിലുണ്ട്. പ്രാഥമിക അന്വേഷണ ഉത്തരവിൽ ജേക്കബ് തോമസ് ഒപ്പുവെച്ചാൽ ഉടൻ തന്നെ അന്വേഷണം ആരംഭിക്കാനാണ് സാധ്യത. 45 ദിവസത്തിനകം പൂർത്തീകരിക്കുന്ന തരത്തിലാവും അന്വേഷണത്തിന്റെ ഷെഡ്യൂൾ തയ്യാറാവുക. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് നടക്കും. ബന്ധു നിയമന വിവാദത്തിലെ തുടർ നടപടികൾ സംബന്ധിച്ച് യോഗം തീരുമാനമെടുക്കും. വിവാദ നിയമനങ്ങൾ സംബന്ധിച്ച് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ യോഗത്തിൽ നിലപാട് വ്യക്തമാക്കും. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കോടിയേരിയും കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. പിന്നീട് മന്ത്രി ഇ.പി. ജയരാജനും കോടിയേരിയെ കണ്ടിരുന്നു. വിവാദ നിയമനങ്ങളെ ചൊല്ലി പ്രതിപക്ഷം നടത്തുന്ന പ്രചരണങ്ങളെ നേരിടുന്നത് സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്യും. രാവിലെ 10-ന് AKG സെന്ററിലാണ് യോഗം.